ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങളൊരു ക്രിസ്മസ് ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. എൻ്റെ ഒപ്പം അനുവും കൂടി ഉണ്ട്. അനുവിന് കുറച്ച് ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഫസ്റ്റ് തന്നെ സിലിക്കോൺ എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ ഞങ്ങൾ വന്നത്. അവിടെ എത്തിയപ്പോൾ തന്നെ ഫ്രണ്ടിൽ ഇതുപോലെ കുറേ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാന്താക്ലോസും ഗിഫ്റ്റ്സും ലൈറ്റ്സും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഞങ്ങളപ്പോൾ അകത്ത് കയറിയിട്ട് കുറച്ച് ഡെക്കോർ ഐറ്റംസ് ഒക്കെ നോക്കി. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നോക്കി കേട്ടോ. സിലിക്കോണിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മുടെ ബ്രോഡ്വേ വരുന്നത്. അവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അവിടത്തെയും റേറ്റ് ഒക്കെ നോക്കി ഏതാണ് ബെറ്റർ നോക്കി സാധനങ്ങൾ വാങ്ങിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആക്ച്വലി ബ്രോഡ്വേയിൽ തന്നെ പോകാമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം. അങ്ങനെ ഞങ്ങൾ ബ്രോഡ്വേയിലേക്ക് ഇറങ്ങിയാണ് കേട്ടോ. അവിടെ വണ്ടി വെക്കാനായിട്ട് തീരെ സ്ഥലമില്ലായിരുന്നു. സ്ഥലം നോക്കി നോക്കി ഞങ്ങൾ GH വരെ എത്തി. ലാസ്റ്റ് GH കൊണ്ടുവന്നാണ് കേട്ടോ വണ്ടി വെച്ചത്. ഞങ്ങളപ്പോൾ അവിടെ നിന്ന് നടന്ന് ബ്രോഡ്വേയിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ വന്ന വഴി നമുക്ക് മിന്നുവിനെയും കൂടി കിട്ടിയിട്ടുണ്ട്. മിന്നുവിൻ്റെ അമ്മയും അനിയത്തിയും ബ്രോഡ്വേയിൽ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അവർക്കും ക്രിസ്മസ് ഡെക്കോറൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് നടക്കുകയാണ്. സംസാരിച്ച് നടന്നുകൊണ്ട് അധികം ദൂരമൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. ഞങ്ങളൊരു 5 മണി 5:30 ആയപ്പോഴേക്കും ബ്രോഡ്വേയിൽ എത്തിയായിരുന്നു. അന്നേരം തിരക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ഏരിയയിലൊന്നും അധികം തിരക്കില്ല, പക്ഷേ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലെന്നുള്ളൂ. അവിടെ മിന്നുവിൻ്റെ അമ്മേനെയും അനിയത്തിനെയും കണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞങ്ങൾ അവരെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഉള്ളിലോട്ട് നടക്കുകയാണ്. നമ്മൾ ഈ റീൽസിലൊക്കെ കാണുന്ന മേത്തർ ബസാർ തപ്പിയാണ് കേട്ടോ നടക്കുന്നത്. എനിക്കും അനുവിനും അങ്ങനെ വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല എവിടെയാണെന്ന്. പക്ഷെ മിന്നുവിന് അറിയാമായിരുന്നു കേട്ടോ. അപ്പോൾ മിന്നു നമ്മളെ കറക്റ്റ് അവിടെ കൊണ്ടുപോയി എത്തിച്ചിട്ടുണ്ട്. അത്യാവശ്യം തിരക്ക് തുടങ്ങുന്ന സമയത്തായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയത്. പിന്നെ ഈ കാണുന്ന തിരക്കല്ലായിരുന്നു മറ്റേ മേത്തർ ബസാറിൻ്റെ അകത്തുള്ളത്. അത് കുറച്ചും കൂടി ഭീകരമായിരുന്നു കേട്ടോ. നമ്മൾ ഈ കാണുന്ന റോഡിൻ്റെ 2 സൈഡായിട്ടും കുറേ ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയേ കാണത്തുള്ളായിരിക്കും, വീഡിയോയിലൊക്കെ കാണുന്ന പോലെ ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചാണ് കേട്ടോ ഞാൻ ഈ സമയത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീടാണ് നമ്മൾ മേത്തർ ബസാർ കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ മിന്നു പറയുന്നുണ്ട് കൈവിട്ട് പോവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിലോട്ട് കയറിയത് മാത്രമേ ഓർക്കുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ മിന്നുവിനെ കണ്ടിട്ടില്ല കേട്ടോ. ഇതിലൂടെ നടക്കാൻ തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എന്നാലും ഞങ്ങൾ ഓൾമോസ്റ്റ് അവിടുത്തെ മിക്ക കടകളിലും കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയാണ് കേട്ടോ. ഞാൻ ബ്രോഡ്വേയിൽ ഇതിനു മുന്നേ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്തോട്ടൊക്കെ ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇത് സാധാരണ സ്റ്റേഷനറി ഷോപ്സാണ് ഈ കാണുന്നതെല്ലാം. പക്ഷേ ക്രിസ്മസ് ആയി കഴിയുമ്പോൾ ഈ ഡെക്കോർ ഐറ്റംസ് കൊണ്ട് നിറയ്ക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഇത്രയും ഭംഗി വരുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ ഒരു സൂപ്പർ മാർക്കറ്റിൽ കുറച്ച് ഡെക്കോർ ഐറ്റംസ് കണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെയും ഇവിടെയും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. റേറ്റൊക്കെ ഏകദേശം സെയിം തന്നെയായിരുന്നു. പിന്നെ ഇവിടെ കുറച്ചും കൂടി വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഉണ്ടെന്നുള്ളൂ. ഞങ്ങൾ എങ്ങനെയൊക്കെയോ ആ തിക്കും തിരക്കിലൂടെ നടന്ന് ഓരോ കടകളിലൊക്കെ കയറി കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടോ. അതിനും ഇങ്ങനെ ബെൽസ്, സാന്താക്ലോസ്, ബോൾസ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. പിന്നെ ഇങ്ങനെ തൂക്കിയിടുന്ന സോക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ വാങ്ങിച്ചായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും വാങ്ങിച്ചില്ല. പിന്നെ ഒരു ചെറിയൊരു പാക്കറ്റ്, ഒരു 70 രൂപയുടെ ഒരു ചെറിയ പാക്കറ്റിൽ 2 കുഞ്ഞി സാന്ത ബോൾസ് ഗിഫ്റ്റൊക്കെ വരുന്ന ചെറിയൊരു പാക്കറ്റ് ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അത് ജസ്റ്റ് വാങ്ങിച്ചിട്ട് വീട്ടിൽ ഫ്രണ്ടിൽ ഹാങ്ങിങ് ചെടിയുണ്ട്, അപ്പോൾ അതിലേക്ക് കൊണ്ടുപോയി തൂക്കിയിട്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഓരോ സാധനങ്ങൾ കാണുമ്പോഴും എല്ലാം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാമെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം കണ്ണ് മഞ്ഞളിച്ചു പോയില്ലേ, അതുപോലെയാണ് സാധനങ്ങളുള്ളത്. അപ്പം ഞാനിങ്ങനെ പറയായിരുന്നു കുറച്ച് പൈസയൊക്കെ സമ്പാദിച്ചിട്ട് ഇവിടുന്ന് കുറേ സാധനങ്ങൾ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ ഒപ്പം ഷോപ്പിങ്ങും ഒരു സൈഡിൽ കൂടി നടക്കുന്നുണ്ട്. അതിനും ഇങ്ങനെ ലൈറ്റൊക്കെ നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ പറ്റിയ ലൈറ്റ് കിട്ടിയില്ല. കുറേ ലെങ്ത്തിലുള്ള ലൈറ്റാണ് അനു നോക്കിയിരുന്നത്. അത് കിട്ടിയില്ലായിരുന്നു കേട്ടോ. ഞാൻ ഇതുപോലത്തെ ഒരു പാക്കറ്റാണ് ഞാൻ വീട്ടിൽ കൊണ്ട് ഡെക്കറേഷന് വേണ്ടി വാങ്ങിച്ചത് കേട്ടോ. പിന്നെ കുറേ ഷോപ്സിൽ നമ്മൾ ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കില്ലേ, അതുപോലത്തെ ഐറ്റംസ് ഉള്ള കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. പണ്ടാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഇതൊക്കെ ഭയങ്കര ക്രേസ് ആയിരുന്നു. ക്രിസ്മസ് ഫ്രണ്ട് എന്നെ തിരഞ്ഞെടുക്കുക, ഗിഫ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. എനിക്കപ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു ക്രിസ്മസിൻ്റെ ടൈമിൽ ഇവിടെ ബ്രോഡ്വേയിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചുറ്റി നടക്കണം എന്നുള്ളത്. ഞാനപ്പോൾ അനുവിനോട് പറഞ്ഞപ്പോൾ അനുവും റെഡിയായിരുന്നു. അനുവിനും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു ദിവസം ഒരു വൈകുന്നേരം ഇപ്പോൾ ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും നൈറ്റ് ഡ്യൂട്ടി ഉള്ള ഒരു ദിവസമായിരുന്നു. ഞാനാണെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ രാവിലെ വീട്ടിൽ പോയിട്ട് വൈകുന്നേരം ഒരു 7:30 ആകുമ്പോഴാണ് വരാറുള്ളത്.
പക്ഷെ ഇന്ന് ബ്രോഡ്വേയിൽ പോകണം എന്നുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി 4:30 ആയപ്പോഴേക്കും ഇവിടെ എത്തിയായിരുന്നു. പിന്നെ ഇതുപോലെ സിലിക്കോണിൽ പോയി പിന്നെ വണ്ടിയൊക്കെ GH കൊണ്ടുപോയി പാർക്ക് ചെയ്ത് വന്നപ്പോഴേക്കും ഈ സമയമായിരുന്നു കേട്ടോ. അനുവിനാണെങ്കിൽ കുറച്ച് പർട്ടിക്കുലർ ഐറ്റംസ് വാങ്ങിക്കണമായിരുന്നു. അപ്പോൾ അത് തപ്പിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ബെൽസ് ഒക്കെ വേണമായിരുന്നു. പിന്നെ ഈ ഒരു സാന്താക്ലോസിനെ വാങ്ങിച്ചിട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റിന് കിട്ടി നമുക്ക്. പിന്നെ ഇതെല്ലാം നല്ല ഭംഗിയുള്ള സാധനങ്ങളായിരുന്നു. നമുക്ക് എല്ലാം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ക്രിസ്മസ് ആകുമ്പോൾ ഇങ്ങനൊരു സോക്സ് അവിടെ തൂക്കിയിടാറില്ലേ, അതും കുറേ തപ്പി നടന്നു കേട്ടോ. ഇങ്ങനത്തെ ഒരു ഐറ്റം എന്തിനാണ് അങ്ങനെ ഒരു സോക്സ് തൂക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു ഐതിഹ്യമൊന്നും എനിക്കറിയില്ല. അപ്പം ഇങ്ങനെ ഒരു ഐറ്റം അനു വാങ്ങിച്ചായിരുന്നു. നമ്മളിങ്ങനെ ഇംഗ്ലീഷ് മൂവീസിലും കാർട്ടൂൺസിലൊക്കെ ഈ ഒരു സാധനം കാണാറുണ്ട്, ഒരു ഡെക്കോർ ഐറ്റമായിട്ട് യൂസ് ചെയ്യുന്നത്. പണ്ടൊക്കെ ക്രിസ്മസ് ആയിട്ടുണ്ടെങ്കിൽ വീട്ടിലാകെ ചെയ്തിരുന്നത് സ്റ്റാർ തൂക്കുക എന്നുള്ളതായിരുന്നു കേട്ടോ. ഈ ഒരു കടയുണ്ടല്ലോ, ഇത് അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഫുള്ള് ലൈറ്റൊക്കെ ആയിട്ട് കുറേ വെറൈറ്റി ഐറ്റംസ് ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ ആ ഒരു ഷോപ്പ്. ആ ഷോപ്പിൻ്റെ മുന്നിലുള്ള തിരക്കാണ് ഈ കാണുന്നത്. ആ ഷോപ്പിൻ്റെ മുന്നിൽ മാത്രമല്ല, എല്ലായിടത്തും ഇതേപോലത്തെ തന്നെ തിരക്കായിരുന്നു. നമ്മൾ റീൽസിലൊക്കെ മെയിൻലി ഈ ഷോപ്പ് എപ്പോഴും കാണാറുണ്ട് കേട്ടോ. പിന്നെ സ്റ്റാർസ് ഇങ്ങനെ പന്തൽ പോലെ ഇട്ടാക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ലായിരുന്നു. അതിനുശേഷം ഞാനും ആരതിയും കൂടി ഒരു ദിവസം വന്നായിരുന്നു കേട്ടോ ബ്രോഡ്വേയിൽ. അപ്പോൾ ആ സ്ഥലം കണ്ടായിരുന്നു. അതും നല്ല രസമായിരുന്നു. പന്തൽ പോലെ മുകളിൽ നിറച്ചും സ്റ്റാർ കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 7:15 ആയപ്പോഴേക്കും ഷോപ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ച് പുറത്തോട്ട് ഇറങ്ങിയാണ്. പുറത്തോട്ട് ഇറങ്ങി കിട്ടാനായിട്ട് കുറച്ച് പണിയായിരുന്നു കേട്ടോ. കാരണം ഡയറക്ഷൻസ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, അനുവിനും അറിഞ്ഞൂടാ. അതുകൊണ്ട് അങ്ങനെയൊക്കെയോ ഞങ്ങൾ പുറത്ത് കടന്ന ഒരു ഡയറക്ഷനിലേക്ക് നടന്നപ്പോൾ പുറത്തേക്കുള്ള വഴി ചോദിച്ചപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വഴിയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ വഴികൾ. കാരണം ഞങ്ങൾക്ക് എപ്പോഴും വഴി തെറ്റുന്ന ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ GH നടക്കുകയാണ്. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഒരു 7:30-8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾക്ക് ഡ്യൂട്ടിക്ക് കയറണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം അങ്ങോട്ടേക്ക് പോയി കേട്ടോ. പിന്നെ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ പോയായിരുന്നു. അവിടുന്ന് പൊറോട്ടയും ബട്ടർ ചിക്കനൊക്കെ കഴിച്ച് വീണ്ടും ഡ്യൂട്ടിയിലോട്ട് കയറി. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.